വയലൻസ് കൂടിയ ചിത്രം എന്ന ലേബലുമായി തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു മാർക്കോ. രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ എന്ന ചിത്രത്തിന് ശേഷം ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉണ്ണിമൂന്തനായിരുന്നു പ്രധാന റോളിലെത്തിയത്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ വയലൻസ് രംഗങ്ങളാൽ നിറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച വിജയമായിരുന്നു നേടിയിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ OTT റിലീസിന് പിന്നാലെ ചിത്രത്തിലെ പല രംഗങ്ങളെയും വലിച്ചു കീറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ വീക്കായ തിരക്കഥയെ മേക്കിംഗ് കൊണ്ട് മറികടന്ന ചിത്രമാണ് മാർക്കോ എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടും ലോജിക്കില്ലാത്ത ഡയലോഗുകളും സീനുകളും വിമർശിക്കപ്പെടുന്നുണ്ട്. നാടകങ്ങളെ പോലും തോൽപ്പിക്കുന്ന ഡയലോഗുകളാണ് ചിത്രത്തിൽ ഉടനീളമുള്ളത്. ബ്രൂട്ടലും മാസുമായിട്ടുള്ള സീനുകൾ ഒരു വശത്ത് സിനിമയെ രക്ഷിക്കുമ്പോൾ സംഭാഷണങ്ങൾ സിനിമയെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. നായകന് മറ്റ് കഥാപാത്രങ്ങൾ കൊടുക്കുന്ന ബിൽഡപ്പ് ഡയലോഗുകൾ KGF പോലുള്ള സിനിമകളിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടെന്നും കമന്റുകൾ നിറയുന്നു. തന്റെ അനിയന്റെ മരണത്തിന് കാരണമായവരെ മുഴുവൻ കൊല്ലുമെന്ന് മാസ് BGMന്റെ അകമ്പടിയോടെ പ്രതിജ്ഞയെടുക്കുന്ന നായകനെ സിനിമയുടെ തുടക്കത്തിൽ കാണാനാകുന്നുണ്ട്. എന്നാൽ സിനിമയുടെ അവസാനം നായകന്റെ കുടുംബത്തിലെ കൊച്ചു കുട്ടിയെപ്പോലും വെറുതെ വിടാതെ വില്ലന്മാർ കൊല്ലുമ്പോൾ നായകനെല്ലാം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുടുംബത്തെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യാൻ പോകുമ്പോഴും മുടി ട്രിം ചെയ്ത് കോട്ടും സൂട്ടും ഇട്ട് സ്പ്രേ അടിച്ചു പോകുന്ന നായകനെ ട്രോളിക്കൊണ്ട് ഒരുപാട് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. വില്ലന്മാർ കൈവിട്ടിയ നായകന്റെ സുഹൃത്തിനോട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നായകന്റെ ഡയലോഗിനും ട്രോൾ പെരുമഴയാണ് ലഭിക്കുന്നത്. ബ്രേക്കപ്പ് പറഞ്ഞു പോയ നായികയെയും തിരികെ തന്റെ വീട്ടിലെത്തിച്ച ശേഷം ആ കഥാപാത്രത്തെ കൊല്ലുന്നതും നോക്കി നിൽക്കേണ്ടി വരുന്ന നായകനാണ് മാർക്കോ. ഈ സീനിനെയും ട്രോളുന്ന പോസ്റ്റുകൾ നിരവധി സോഷ്യൽ മീഡിയകളിൽ നിറയുന്നുണ്ട്. ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് പലരും ഹൈപ്പ് കയറ്റിയ ഒന്നായിരുന്നു ജഗദീഷിന്റെ വില്ലൻ വേഷം. മാസ് BGMന്റെ ഇൻട്രോയോടുകൂടെ ജഗദീഷിനെ കാണിക്കുന്ന സീൻ അത്യാവശ്യം നല്ല രസമുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് വില്ലനിസം എന്ന പേരിൽ ജഗദീഷ് കാട്ടിക്കൂട്ടുന്നത് കോമഡി ആയിട്ടാണ് തോന്നിയതെന്നും അഭിപ്രായങ്ങൾ വരുന്നു. എത്ര നല്ല നടനാണെങ്കിലും മികച്ച ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നല്ല പെർഫോമൻസ് കിട്ടുന്നുള്ളൂ എന്നതിന്റെ ഉദാഹരണമായി മാർക്കോയിലെ ടോണി മാറുന്നുണ്ടെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും പലരും പ്രകീർത്തിക്കുന്നുമുണ്ട്. സിംഗിൾ ഷോട്ടിലെടുത്ത സ്റ്റെയർകേഴ്സ് ഫൈറ്റ് ഇന്ത്യൻ സിനിമയിലെ മികച്ച ആക്ഷൻ രംഗങ്ങളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം. വയലൻസ് എന്ന സിനിമ എന്ന പേരിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കിൽ എന്ന ചിത്രം മാർക്കോയേക്കാൾ മുന്നിലാണ്. വില്ലന്മാരുടെ ക്രൂരത കാണുമ്പോൾ നായകന്റെ കൂടെ നിൽക്കാൻ പ്രേക്ഷകനും തോന്നാറുണ്ട്. മാർക്കോയിൽ ലഭിക്കാതെ പോയതും ആ ഒരു കാര്യമാണെന്നും അഭിപ്രായങ്ങൾ വരുന്നു. എന്നാൽ ഒരു സംവിധായകൻ ഒരു സിനിമ എടുക്കുമ്പോൾ അതൊരിക്കലും ഒരു മൊബൈൽ സ്ക്രീനിൽ കാണാൻ വേണ്ടി ആയിരിക്കില്ല എടുക്കുന്നത്. അതൊക്കെ തന്നെ ബിഗ് സ്ക്രീനിൽ നിറഞ്ഞ ആളുകളോടൊപ്പം തിയേറ്ററിൽ കാണാനുള്ള ഒരു സിനിമയായിട്ടാണ് ഓരോ സംവിധായകനും അവരുടെ സിനിമ എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണുന്നതും മൊബൈൽ ഫോണിൽ കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ജഗദീഷ് എന്നൊരു നടൻ അങ്ങനെ ഒരു കഥാപാത്രം തിരഞ്ഞെടുത്തു എന്നതാണ് കൂടുതൽ കയ്യടി അറിയിക്കുന്നത്. ഈ അടുത്തായി ജഗദീഷ് എന്ന നടൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെറുതെ വിമർശിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. വിമർശിച്ചവരിൽ കൂടുതലും ചിത്രത്തെ താരതമ്യം ചെയ്തത് KGF എന്ന സിനിമയോടായിരുന്നു. KGF എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സിനിമയിൽ ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കളർ പാറ്റേണോ അല്ലെങ്കിൽ മാസ് ഡയലോഗോ വയലൻസോ വന്നാൽ ആദ്യം കമ്പയർ ചെയ്യുന്നത് KGF പോലുള്ള ഒരു സിനിമയായിട്ടായിരിക്കും. അത് KGFൽ നിന്നാണ്, അത് KGFന്റെ ഇൻഫ്ലുവൻസ് ആണ്, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും വിമർശനങ്ങൾ വരിക. KGF ഇറങ്ങിയത് കൊണ്ട് ഇനി അത്തരത്തിലുള്ള മാസ് ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരം കളർ ഷെയ്ഡുകളോ പിടിക്കാൻ പറ്റില്ല എന്നതാണോ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാർക്കോ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ചിത്രത്തിന്റെ സംഗീതം രവി ബസ്രൂർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. രവി ബസ്രൂർ മ്യൂസിക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ തിയേറ്ററിൽ നല്ലൊരു അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതൊരിക്കലും നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ TVയുടെ സ്പീക്കറിൽ നിന്നോ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും മറ്റും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒന്നായിരുന്നു. തിയേറ്ററിൽ കാണാൻ പാകത്തിന് തന്നെയാണ് സംവിധായകൻ ചിത്രം അണിയിച്ചൊരുക്കിയത് എന്ന് തന്നെ പറയാം. എന്നാൽ അതുപോലെ തന്നെ ഒത്തിരി ലൂപ്പ് ഹോൾസും ചിത്രത്തിനുണ്ടായിരുന്നു. പ്രധാന റിവ്യൂവേഴ്സും അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ചിത്രത്തിൽ സൈറസ് കാണിച്ചതിനേക്കാളും ക്രൂരമായിട്ടാണ് ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ OTTയിൽ സിനിമ കണ്ട പ്രേക്ഷകർ ചിത്രത്തെ വലിച്ചു കീറുന്നത്. ഇതിനു മുമ്പും തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്ന സിനിമകൾ OTTയിലേക്ക് വന്നപ്പോൾ പ്രേക്ഷകർ വലിച്ചു കീറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും മാർക്കോ കണ്ടതിനു ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക.